വർഷമായി മണ്ണ് നീക്കുന്നതിനിടയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ക്ഷേത്രാവശിഷ്ടങ്ങൾക്ക് 200 വർഷത്തോളം പഴക്കമുള്ളതായി കരുതുന്നു. അടൂർ മിത്രപുരം തേവറയത്ത് കാവിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടയിലാണ് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ശിവലിംഗം, സോപാനപ്പടികൾ, തളക്കല്ല്, വിഗ്രഹപീഠം എന്നിവയാണ് കണ്ടെത്തിയത്. കാവിൽ നടന്ന ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പുനരുദ്ധാരണത്തിനായിട്ടാണ് മണ്ണിളക്കിയത്. ക്ഷേത്രാവശിഷ്ടങ്ങൾക്ക് 200-ലധികം വർഷം പഴക്കമുള്ളതായി തേവറയത്ത് കാവിന്റെ ഭാരവാഹികൾ പറഞ്ഞു. അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയും അതിൽ ഇവിടെ ഈശ്വര സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി തെളിയുകയും അദ്ദേഹം പ്രവചിച്ചത് ആദ്യമായിട്ട് ഇവിടെ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ്. അതിനുശേഷം ഏതോ കാരണവശാൽ ഭഗവാന് ശിവൻ, പരമശിവന് ഇവിടെ അധീനതയിൽ വരികയും അങ്ങനെ അവർ ഈ പറയുന്നതായ 2 ദൈവങ്ങളെയും ഒരേപോലെ ആരാധിച്ചിരുന്നു. ആ സമയത്ത് ഈ പ്രദേശത്തിന് അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കുകയും ഈ പ്രദേശത്തുള്ളതായ മുഴുവൻ ആൾക്കാരും ഈശ്വര ഭക്തന്മാർ മുഴുവനും ഇതിൽ സഹകരിക്കുകയും അങ്ങനെ കാവിൽ കയറുന്നതിന് വേണ്ടി കാവ് തീണ്ടൽ, കാവ് ഒതുക്കൽ എന്നുള്ളതായ ഒരു 7 ദിവസത്തെ ഹോമങ്ങൾ, പൂജകൾ, അതുപോലെ തന്നെ ഭാഗവത പാരായണം, അന്നദാനം ഇവയൊക്കെ ഞങ്ങൾ നടത്തുകയും അതിൻ്റെ അനുസരിച്ച് കാവിൽ കയറുന്നതിനുള്ളതായ അനുവാദം വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ ഒരു ഷൗലൊക്കെ ആയിട്ട് വന്ന് ഇതിൻ്റെ ഓരോ ഭാഗത്തുനിന്ന് കാവിൻ്റെ പരസ്പര ഭാഗങ്ങൾ ഇങ്ങനെ ഇളക്കി നോക്കി. അങ്ങനെ ഇളക്കി നോക്കിയതായ സമയത്താണ് ഈ പറയുന്നതായ ഈ പൂവുകല്ല് അതിപുരാതനമായ ഏതാണ്ടൊരു 5.5 അടി നീളമുണ്ട്. അപ്പോൾ ആ മുറിക്ക് തന്നെ ശ്രീകോവിലിന് തന്നെ ഏതാണ്ടൊരു 10 അടി വിസ്താരം ഉള്ള ഒരു വലിയ ശ്രീകോവിലായിരുന്നു എന്ന് കാണാനൊക്കെ കഴിഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാവിനോട് ചേർന്ന് ക്ഷേത്രം നിലനിന്നിരുന്നതായും പഴയ തലമുറകളിൽ നിന്ന് കേട്ടറിവുണ്ടായിരുന്നുവെന്നും ഇനി ക്ഷേത്രത്തിന്റെ കൂടുതൽ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിലുള്ളതായി സംശയിക്കുന്നതായും കാവിന്റെ ഉടമകൾ പറഞ്ഞു. 30 വർഷം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടെ തേവരയത്ത് കാവുണ്ടായിരുന്നു, അതിനകത്ത് അമ്പലം ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തൊക്കെ പൊടിച്ച് കളഞ്ഞാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് ഇതൊന്ന് പുനരുദ്ധീകരിക്കണമെന്ന് എങ്ങനെയാണെന്ന് നോക്കി. ഇപ്പം ഞങ്ങൾ 3.5 വർഷം കൊണ്ട് ഇവിടെ വായന, അന്നദാനമൊക്കെ നടത്തുകയും ഇത് തെളിച്ചു കൊണ്ടുവരണമെന്ന് വളരെ ആഗ്രഹത്തോടാണ് ചെയ്തത്. അതിന് ഫലം ദൈവം തന്നു. ഇന്നലെ ഞങ്ങളിത് കണ്ടെടുത്തപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത് നല്ല ക്ഷേത്രമാക്കി എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മണ്ണിളക്കിയപ്പോൾ കിട്ടിയ ശിവലിംഗം കാവിന് സമീപം താത്കാലികമായി പ്രതിഷ്ഠിച്ച ആരാധനയും തുടങ്ങി. കാവിന് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്നും വലിയ നന്നങ്ങാടികളും മുൻപ് കണ്ടെത്തിയിരുന്നു. വലിയ 2 ക്ഷേത്രങ്ങളാണ് കാവിനോട് ചേർന്ന് നിലനിന്നിരുന്നതെന്നും പ്രത്യേക ശിലകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരുന്നതെന്നും അവശിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നു. കാവിനോട് ചേർന്ന് ക്ഷേത്രങ്ങൾ കൂടാതെ ക്ഷേത്രക്കുളവും സ്വർണ്ണക്കൊടിമരവും നിലനിന്നിരുന്നതായും കേട്ടറിവുണ്ടെന്നും തേവരയത്ത് കാവിന്റെ ഭാരവാഹികൾ പറഞ്ഞു. കൊണ്ടുവന്ന് ഒരു കാവിന്റെ ഭാഗങ്ങൾ കുറേശ്ശെയായി ഞങ്ങൾ കുറേശ്ശെയായി ഇളക്കുമ്പോൾ തന്നെ ഇത് വർഷങ്ങളായി ചുറ്റും ജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരും ഈ കാവിനകത്തേക്ക് കയറി പ്രവേശിച്ചതായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളും ഇതിനു മുമ്പ്, അതായത് ഒരു തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾക്ക് പോലും അറിയത്തില്ല ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട് എന്നുള്ളത്. ആർക്കും ഒരു അറിവുള്ള കാര്യമല്ലായിരുന്നു. എങ്കിലും ഇപ്പം ഇതെല്ലാം കയറി കണ്ട് ഇത്രയും വലിയ അതിശയകരമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്ന രീതിയിൽ ഇവിടെ അടുത്ത പ്രദേശത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു സെൻട്രൽ സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ പണിയുടെ ഭാഗമായിട്ട് അവിടെയൊക്കെ JCB വെച്ച് ഇളക്കിയപ്പോൾ അവിടെ ഈ നന്നങ്ങാടി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മാവടി കുറ്റ്യറയിലായ സാമൂഹ്യ വിരുദ്ധർ 235 റബ്ബർ